ഞാൻ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളെ കാണാം. അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സ്ഥലം അത് സ്ക്രിപ്റ്റഡ് ആണോ, അത് എങ്ങനെയാണോ അത് വന്നതെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയേണ്ടത് കുറച്ച് മതി. അതാ കുറച്ച് കലാസിനെ കുറിച്ച് പറയുമ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് വേറെ രീതിയിൽ കമൽ സാറാണ്. കമൽ സാറൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിബി സാറ് കലവൂർ രവികുമാറിനെ വെച്ചിട്ട് സാർ ഈ കഥ പറയുന്നത്. അപ്പൊ ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ സിബി സാർ ഇങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ ആ സിനിമ സ്വല്പം വൈകും, ഞാൻ ഈ സിനിമയിൽ ഇല്ലാതെ പറഞ്ഞു ഈ സിനിമ ഉണ്ടാവും, എനിക്ക് ആ സിനിമ പോകും. അപ്പൊ കമൽ സാർ പറഞ്ഞു നീ ആ സിനിമ പോയി ചെയ്തോ. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇതിൽ വന്ന് ടെസ്റ്റ് പറയുന്നത്. അപ്പോ പക്ഷെ അതില് സിനിമയിൽ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയില് എന്റെ അച്ഛന്റെ കഥാപാത്രമായിട്ട് ഒരുപാട് സാമ്യം വേണുവിന്റെ ക്യാരക്ടറുണ്ട്. അപ്പൊ അതില് ചില സാധനങ്ങളൊക്കെ ഞാൻ സിരിസാറിനടുത്ത് പറഞ്ഞപ്പോ സാർ അത് ഉപയോഗിച്ചോ, അതിട്ടു, അത് ചെയ്തു എന്ന് പറഞ്ഞ അത്രയും സുരേന്ദ്രത്തോടുകൂടി ഞാൻ സിരിസാറിനോട് ഭയങ്കര കംഫോർട്ട് സോണിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവും. കാരണം ദിലീപേട്ടൻ ഇവിടെ ഇരുന്നാലും എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഒരു കോമഡി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, മറ്റുള്ളവരെ എങ്ങനെ സന്തോഷമാക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സത്യമല്ലേ അല്ലേ? തീർച്ചയായിട്ടും ദിലീപേട്ടൻ ഒരു ആദരവ് നൽകുകയാണ്. ദിലീപേട്ടൻ സിനിമയിൽ സംവിധായകനെ ആദരിക്കുന്നു.